പ്രിയപ്പെട്ടവരെ, ഇന്നാണ് ഉമ്മത്ത് മുഴുവൻ കാത്തിരുന്ന ആശുറ ഇന്ന് മുഹറം 10 രാവ്, അതോടൊപ്പം വെള്ളിയാഴ്ച രാവ്. അപൂർവമായി കിട്ടുന്ന ഈ ഒരു നിഅമത്ത് ഇന്നത്തെ രാവിൽ പ്രഗത്ഭമായി ഇന്നത്തെ രാവിൽ ഓർത്ത് ചെയ്യേണ്ട 7 കാര്യങ്ങൾ അത് ചെയ്തു വെച്ചാൽ അൽഹംദുലില്ലാ ഈ ഒരു വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എന്തെല്ലാം ഖൈറാൻ നൽകും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, കണക്കൂട്ടാൻ പറ്റില്ല. അത്രയേറെ ഖൈർ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകും. മാത്രമല്ല ഇന്നത്തെ രാവിൽ തസ്ബീഹുൽ അക്ബർ, വലിയ തസ്ബീഹുണ്ട്, മഹത്തുള്ള തസ്ബീഹ്. ആ തസ്ബീഹ് ദുആ നമുക്ക് പറയാനുണ്ട്. ആ ദുആ ഇന്നത്തെ രാവിൽ നാളത്തെ പകലിലൊക്കെ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു വർഷത്തേക്ക് അവരുടെ മരണം പോലും മാറ്റിവെക്കും, അതിനിടയിൽ മരിക്കൂല, അള്ളാഹു ദീർഘായുസ്സിട്ട് കൊടുക്കും എന്നെല്ലാം മഹത്തുക്കൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ദുആ ഏതാ? ഇന്നത്തെ രാവിലെ ഓർത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചൊല്ലേണ്ടത് എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പോരിശയാക്കപ്പെട്ട മുഹറം 9 താസുആഇൻ്റെ പകലിലാണ് നമ്മളുള്ളത്. ഇന്ന് താസുആഇൻ്റെ നോമ്പ്, വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ്, ഇതൊക്കെ കരുതിയവരാണ് നമ്മൾ. അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഇന്ന് ആരോഗ്യപരമായി രോഗത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ, മുഹറം 9 നോമ്പ് തീർച്ചയായിട്ടും അവർക്ക് ഖളാ വീട്ടി, മുഹറം 9 നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടി പിടിക്കാനുള്ളൊരു സൗഭാഗ്യം ഇന്ന് നോമ്പെടുക്കാൻ പറ്റാത്ത രോഗികൾക്കൊക്കെ അല്ലാഹു കൊടുക്കട്ടെ. ഇന്ന് തീരെ പ്രയാസമായി ഇനി നോമ്പ് പിടിച്ച് വീട്ടാൻ പറ്റില്ല, അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ, രോഗികൾ, റമദാനിൽ പോലും നോമ്പ് പിടിക്കാൻ പറ്റാത്ത, അവർക്കും അല്ലാഹു മനസ്സിൻ്റെ നിയ്യത്തനുസരിച്ച് ഇന്നത്തെ നോമ്പിൻ്റെ കൂലി എല്ലാവർക്കും അല്ലാഹു കൊടുക്കട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, എത്ര ഹംദ് പറഞ്ഞാലും മതിയാകില്ല, അള്ളാഹിനെ സ്തുതിച്ചാൽ മതിയാകില്ല. കാരണം ഈ ഒരു വലിയൊരു പോരിശാക്കപ്പെട്ട ദിവസത്തിലേക്ക് അല്ലാഹു നമ്മളെ കൊണ്ടുവന്നല്ലോ. മുഹറം 9 നോമ്പ് മാത്രമല്ല, ഇന്നത്തെ നോമ്പ് തുറയോടെ മഗ്രിബ് വാങ്കോടെ കയറി വരുന്ന രാവ് ഏത് രാവാ പ്രിയപ്പെട്ടവരെ? മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ആവേശത്തോടെ കാത്തിരുന്ന രാവല്ലേ മുഹറം 10 രാവ്, ആശുറാഇൻ്റെ രാവ്. അതും റയറായി വരുന്ന, വളരെ നമ്മുടെ ആയുസ്സിൽ അപൂർവമായി വരുന്ന മുഹറം 10 രാവും വെള്ളിയാഴ്ച രാവും. പഞ്ചസാരക്കുന്നിന്മേൽ തേന്മഴ പെയ്തു എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഇരട്ടി മധുരമാണ്. എത്ര സന്തോഷമാണ്! ഇന്ന് ചെറിയൊരു മനസ്സ് കൊടുത്താൽ ഒരുപാട് അധ്വാനം നേരം വെളുക്കുന്നവരെ ഇബാദത്ത് ഒന്നുമില്ല, ഒരു പ്രയാസമില്ല. എളുപ്പത്തിൽ നമുക്ക് ഇന്നത്തെ എല്ലാ ബറക്കത്തും നേടാൻ പറ്റും. ഇന്നത്തെ രാവിലെ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മഹത്വത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, ഒരുപാട് പറഞ്ഞു, ഈ രാവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു, അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. ഇന്നത്തെ ഈ പരിശുദ്ധമായ രാവിൽ നാളത്തെ പകൽ മുഹറം 10 എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന 10ഓളം അമ്പിയാക്കൾ കൊടുത്ത വലിയ സൗഭാഗ്യങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ രാവ് ഹയാത്താക്കിയാൽ വലിയ പോരിശയാണ്, പറയേണ്ട കാര്യമില്ലല്ലോ. ആശുറാഇൻ്റെ രാവിനെ ഒരാൾ ഹയാത്ത് കൊടുത്താൽ അതിൻ്റെ മഹത്വങ്ങളെല്ലാം നമുക്ക് വലിയ സൗഭാഗ്യത്തോടെ സ്വീകരിക്കാൻ പറ്റും. അതിന് മിനിമം എന്ത് വേണമെന്നറിയോ? ഇന്നത്തെ മഗ്രിബ്, ഇശാ, സുബഹ് ജമാഅത്ത് മുടങ്ങാൻ അനുവദിക്കാൻ പാടില്ല. എന്ത് വില കൊടുത്താണെങ്കിലും നമ്മൾ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ദുആക്ക് ഇജാബത്താണ്. ദുആക്ക് ഇജാബത്ത് ഉസ്താദെ ഉറപ്പാണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ഇന്നത്തെ രാത്രിയിൽ ഒരാൾ ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണോ, അത് മുസ്തജാബാണോ, അല്ലാഹു സ്വീകരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉടൻ സഡൻ എനിക്ക് പറയാൻ പറ്റും, ഇജാബത്ത് ഉറപ്പാണ്. എന്തുകൊണ്ട്? ഞാൻ ആരോട് ചോദിച്ചു? മഹാനായ സയ്യിദുന ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല. ശാഫിഈ ഇമാം റളിയല്ലാഹു തആല ആരോടാ ചോദിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളോട്. മുത്തുനബി തങ്ങൾ എന്താ പറഞ്ഞെന്ന് നോക്കാം. ഇതെല്ലാം മനസ്സിലാക്കി കോട്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇജാബത്ത് മുസ്തജാബ് ഉറപ്പാണ്, ഇജാബത്ത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ രാത്രി മനസ്സുരുകിയിട്ട് അള്ളാഹിനോട് ദ്വാരക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ ഭംഗിയാക്കുക. ഇന്നത്തെ രാത്രി നല്ല സുഭിക്ഷമായി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട, വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കുക, മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുക. നാളത്തെ പകലിൽ നോമ്പില്ലാത്തവർക്ക് ലാവിശായിട്ട് ഭക്ഷണം കൊടുക്കുക. വലിയ പോരിശയാണ്, വിശാലത ചെയ്തു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടെയാണ്. അല്ലാഹു ഒരു ഇന്ന് നമ്മൾ നമ്മുടെ ശരീരത്തിനും കുടുംബത്തിനും വേണ്ടതൊക്കെ കൊടുത്താൽ, ഇന്നത്തെ രാവും നാളത്തെ പകലും കൊടുത്താൽ, ഒരു കൊല്ലത്തേക്ക് നമുക്ക് വേണ്ടത് മുഴുവൻ ആര് തരും? അല്ലാഹു തരും. ഖജനാവ് കാലിയാകാത്ത, വാക്ക് മാറ്റി പറയാത്ത, ഫോൺ വിളിച്ചാൽ എടുക്കൂലാത്ത നമ്മുടെ മുതലാളിമാരെ പോലെയല്ല, പറഞ്ഞാൽ ഒക്കെയാണ്. നമ്മൾ ചോദിക്കാത്ത കാര്യം നമുക്ക് തന്നുകൊണ്ടിരിക്കുക അല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി.
നമ്മൾ ചോദിച്ച എല്ലാ കാര്യമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചോദിക്കാത്ത, നമ്മൾ ഇന്നലെ ദുആ ചെയ്യാത്ത പല കാര്യം ഇന്ന് നമുക്ക് കിട്ടി. ആലോചിച്ച് നോക്കെ, ഇന്നലെ നമ്മൾ ദുആ ചെയ്തിരുന്നോ, അള്ളാഹുവേ എനിക്ക് ഇന്ന് ഈ പരിശുദ്ധമായ മുഹറം 9 നോമ്പിൻ്റെ പകലിൽ ഒരു കുഴപ്പമില്ലാതെ തടസ്സമില്ലാതെ ശ്വാസം എടുക്കാനുള്ള കഴിവ് തരണം, ശ്വാസം മുട്ടിൻ്റെ പ്രയാസം എന്നെ വരുത്തരുത്, ശ്വാസം എടുക്കുന്നതിന് ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് നമ്മൾ ദുആ ചെയ്തില്ല? ഇല്ല. പക്ഷേ ആ നിഅമത്ത് ഓരോ സെക്കൻഡിലും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ചോദിച്ചതല്ല, അള്ളാഹു വേണ്ടി തരികയാണ് നമുക്ക്. എത്ര അത്ഭുതമാണ്. അപ്പോൾ ചോദിക്കാത്ത തന്നുകൊണ്ടിരിക്കുന്ന പടച്ചവനോട് ചോദിച്ചാലോ, അതിന് പറ്റിയ സമയവും സന്ദർഭമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുക്കുക, റാഹത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ബറക്കത്ത് മുഴുവൻ ഒരു കൊല്ലത്തേക്ക് അള്ളാഹു നമുക്ക് നൽകും. ഇനി നാലാമത്തെ ഒരു കാര്യം, നോമ്പിൻ്റെ നിയ്യത്ത് ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നോമ്പിൻ്റെ നിയ്യത്ത് എന്ന് പറയുന്നത് മുഹറം 9 മുതൽ 10 വരെ നോമ്പ് സുന്നത്താണ്. ആ 10 നോമ്പ് സുന്നത്തുണ്ട്. അതോടൊപ്പം ആശൂറ മുഹറം 10 സ്പെഷ്യൽ നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. ആ നിയ്യത്ത് കരുതി കൊടുക്കുക. ഇനി നോമ്പ് ഖളാ വീട്ടാനുള്ളവർക്ക് അതും കരുതി കൊടുക്കാം. എമ്പാടും കൂലിയാണ്. എന്താ ഇതിൻ്റെ കൂലി എന്നറിയോ പ്രിയപ്പെട്ടവരെ? ഈ നോമ്പ് നഷ്ടപ്പെട്ടാൽ തന്നെ ഖളാ വീട്ടാൻ നമുക്ക് വലിയ ആവേശം ഉണ്ടാവും. വേണോ വേണ്ടയോ സംശയിച്ചിരിക്കുന്നവർക്ക് ഒന്ന് പിടിക്കാൻ കഴിഞ്ഞാൽ ഇത് കാതിലൂടെ കൽബിലേക്കൊന്ന് കയറിയാൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരുപാട് പേർക്കൊന്ന് ഷെയർ ചെയ്യണം. ഒരു ജീവിതം മുഴുവൻ ലാഭം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്. നോമ്പ് കേട്ടില്ലേ? കത്തബല്ലാഹു ലഹു ഇബാദത 60 സന, 60 കൊല്ലം ഫുൾ ടൈം ഇബാദത്ത് ചെയ്ത കൂലി. കേട്ടില്ലേ ഹദീസിൽ കാണുന്നത്? സ്വയാമ അയ്യാമിഹ വ ഖിയാമ ലയാലിഹ, രാത്രി മുഴുവൻ നിസ്കാരം. മനസ്സിലായില്ല? 60 കൊല്ലം രാത്രി ഫുൾ ടൈം നിസ്കാരം, പകൽ ഫുൾ ടൈം നോമ്പ്. ആ കൂലി അല്ലാഹു നൽകുമത്രേ പരിശുദ്ധമായ ഏത് നോമ്പിന്? നാളത്തെ പകൽ മുഹറം 10 നോമ്പുകാരായാൽ മറക്കരുത്, നമ്മൾ മറക്കരുത്. ആവേശം വേണം നമുക്ക്, ആ ഒരു എഫക്റ്റ് വേണം. മാത്രമല്ല ഫകഅന്നമാ ഹജ്ജ വഅതമറ 70 മറ, 70 തവണ ഹജ്ജ് ചെയ്ത പ്രതിഫലം, 70 ഉംറ ചെയ്ത കൂലി അല്ലാഹു നൽകും എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മഹാന്മാർ കിതാബിൽ ഉദ്ധരിച്ചതായി കാണാം. വലിയ സൗഭാഗ്യവും വലിയ മഹത്വവുമാണ്. നാളത്തെ നോമ്പെന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൻ്റെ വലിയ ലാഭമാണ്. അപ്പോൾ നോമ്പിൻ്റെ നിയ്യത്ത് എന്ന് പറയുന്നത് ഒരു മാസക്കാലം എല്ലാ ദിവസവും നോമ്പ് സുന്നത്താണ്. അപ്പോൾ നമ്മൾ എന്ത് വെക്കുക? അല്ലാഹുവേ, മുഹറം മാസത്തിൽ എല്ലാ ദിവസവും സുന്നത്താക്കപ്പെട്ട നോമ്പ് ഞാൻ കരുതുന്നു. ഒന്നാമത്തെ നിയ്യത്ത്. രണ്ടാമത്തെ നിയ്യത്ത് മുഹറം 10 ആശൂറയുടെ സുന്നത്ത് നോമ്പെടുക്കാൻ ഞാൻ കരുതി. മൂന്നാമത്തെ നിയ്യത്ത്, നോമ്പ് ഖളാ ആയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും റമദാനിൻ്റെ നോമ്പ് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ, അല്ലാഹു എൻ്റെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയി ഒരു നോമ്പ് ഞാൻ കരുതുന്നു അല്ലാഹ്. ആ നെയ്യത്തൂടെ ചേർത്തി കൊടുത്താൽ 60 കൊല്ലത്തെ നോമ്പിൻ്റെ കൂലി, ഒരു മാസക്കാലം മുഴുവൻ നോമ്പ് പിടിച്ച കൂലി, രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കൂരി നൽകുന്ന പ്രഗത്ഭമായ പുണ്യമുള്ള നോമ്പാണ് മുഹറം 10. അത് തീർച്ചയായിട്ടും പരിഗണിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മുഴുവൻ കൂലി നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ആ നോമ്പ് പിടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോമ്പ് പിടിക്കാൻ എളുപ്പമാണ്, പക്ഷെ നോമ്പിൻ്റെ കൂലി നിലനിർത്താൻ പാടാണ്. നോമ്പ് പിടിച്ചാൽ വേറൊരാളെ കുറിച്ച് കമൻറ്റ് പറയാതെ നമ്മൾ അത്യാവശ്യത്തിന് മാത്രം സംസാരിച്ച് കൂലി പോകാതെ നോക്കണം. നമ്മൾ പാടുപെട്ട് ഇത്രയും നോമ്പ് പിടിച്ചിട്ട് ഇത്രയും വലിയ കൂലി ഒരാൾക്ക് വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എത്ര നഷ്ടം ഉണ്ടാവും അത്. അപ്പോൾ വേറൊരാളെ കുറിച്ചുള്ള കമൻറ്റ് പറയുക, ഫിത്നയും ഫസാദും പറയുക, നമ്മൾ വാട്സപ്പിൽ വേറൊരാളെ വേദനിപ്പിക്കുക, അയാൾക്കെതിരെ കമൻറ്റ് പറയുക, ഇതൊന്നും ചെയ്യാതെ നോമ്പ് കൃത്യമായിട്ട് സൂക്ഷിച്ചു കൊണ്ടുപോകണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം, കുറച്ച് പനിനീര് വെള്ളം എടുക്കുക, റോസ് വാട്ടർ എടുക്കുക. എന്നിട്ട് വീട്ടിൽ ഒരാൾ ചെയ്താൽ മതി, എല്ലാവരും ചെയ്യേണ്ട. ആ വെള്ളത്തിലേക്ക് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ, ശിഫാഉ മിൻ കുല്ലി ദാ, സകല രോഗങ്ങളും, ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ അല്ലെങ്കിൽ ഹൃദയരോഗങ്ങൾ അല്ലെങ്കിൽ ഷുഗർ പ്രഷറിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊന്നും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ശിഫാഉ മിൻ കുല്ലി ദാ എന്ന സകല രോഗങ്ങളും, രോഗമായിട്ട് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ശിഫയാക്കാനുള്ള പവർ എന്തിനുണ്ട്? അള്ളാഹുവിൻ്റെ കലാമിനുണ്ട്. സൂറത്തുൽ ഫാത്തിഹയൊക്കെ ഉണ്ടെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൂറത്ത് ഉലമാ പറയുന്നുണ്ട്, ആ സൂറത്ത് പനിനീർ വെള്ളത്തിലേക്ക് ഓതി മന്ത്രിക്കുക. 1 വട്ടമോ 3 വട്ടമോ 7 വട്ടമൊക്കെ ഓതിയിട്ട് മന്ത്രിച്ചാൽ ഏറ്റവും എഫക്റ്റീവാണ്. ഓതിയിട്ട് ഒരാൾ, തെറ്റുകൂടാതെ ഓതാൻ അറിയുന്ന ഒരാൾ, കുടുംബത്തിലെ ഒരാൾ അതിലേക്ക് ഓതി വെള്ളത്തിലേക്ക് ഇശ്വ എന്ന് പറഞ്ഞ് ഓതി മന്ത്രിക്കുക. എന്നിട്ട് ആ വെള്ളം കുടുംബത്തിലെല്ലാവരും, ചെയ്ത ആളും കുടുംബത്തിലെ ബാക്കിയുള്ളവരും ഒരല്പം കയ്യിലേക്ക് ആ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് 2 കൈകളിലും തേച്ചിട്ട് മുഖമൊന്ന് തടവി കൊടുക്കുക. അതേപോലെ ഒരല്പം വെള്ളം ഒഴിക്കുക, തലയിലൊന്ന് തടവി കൊടുക്കുക മുഴുവനായിട്ട്. അൽഹംദുലില്ലാഹ്, ഒരു കൊല്ലത്തേക്ക് അവർക്ക് ഒരു രോഗവും ബാധിക്കില്ല, വേദന ബാധിക്കില്ല,
ഭയങ്കരമായ ഒരു ഇമ്മ്യൂണിറ്റി പവർ അള്ളാഹു ഫാത്തിഹ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് കൊടുക്കും എന്ന് ഉലമാക്കൾ പറയുന്നു. അത് കഴിയുന്നവരൊക്കെ, എല്ലാവർക്കും തൗഫീഖ് ഉണ്ടാവില്ല. കുറേ ആളുകളൊക്കെ ഇതൊന്നും ശരിയല്ല, ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഇതൊക്കെ വെറും ബടായാണെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ മാറിപ്പോകും. അവർക്ക് തൗഫീഖില്ല, നമ്മളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ തൗഫീഖുള്ള ആളുകൾ, ബുദ്ധിയും ബോധവുമുള്ള ആളുകൾ, ഉലമാക്കൾ പറഞ്ഞതാണ്. ഞാനത് പ്രസൻറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് കണ്ടെത്തിയതല്ല. ഉലമാക്കൾ പറഞ്ഞു, അത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ കഴിവിൻ്റെ പരമാവധി അത് ചെയ്യുന്ന കാര്യം എല്ലാവരും, കൊച്ചുകുട്ടികളൊക്കെ അവർക്കറിയില്ല. അപ്പം നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ കരങ്ങളിലാക്കി അവരുടെ മുഖം തടവി കൊടുക്കുക, തലയിൽ ഒന്ന് തടവി കൊടുക്കുക, പുരട്ടി കൊടുക്കുക. തീർച്ചയായിട്ടും ഒരുപാട് എഫക്റ്റീവാണ്. ഉലമാക്കൾ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, പ്രത്യേകം ചൊല്ലേണ്ട ദിക്റുകളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ 40 വട്ടം, ചുരുങ്ങിയത് അധികരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്, അത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദിക്റാണ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പടച്ചോൻ മതി. അവൻ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് പടച്ചോനാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യവും ഞങ്ങളെ സഹായിക്കുന്ന പടച്ചോനെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണെന്ന ആ ഒരു പരിശുദ്ധമായ ദിക്ർ 70 വട്ടം എണ്ണം തെറ്റാതെ ആത്മാർത്ഥമായി കൽബറിഞ്ഞിട്ട് പറയണം. ചുമ്മാ അങ്ങനെ തസ്ബീഹ് പറഞ്ഞിട്ട് ചൈന കൗണ്ടറിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കാര്യമില്ല. കൽബറിഞ്ഞ് 70 വട്ടം പറയാം. അത് പറഞ്ഞതിന് ശേഷം ഈ ഒരു ദുആ ഒരു 7 വട്ടം നമ്മൾ പാരായണം ചെയ്യുക, തെറ്റുകൂടാതെ. അങ്ങനെ ചെയ്താൽ ആ ഒരു വർഷം അവർക്ക് മരണമുണ്ടാകില്ല എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. വളരെ എഫക്റ്റീവാണ്. ആ ഒരു വർഷം മരണം ഉണ്ടാകില്ല. മരണം ഉണ്ടാകുന്ന ആൾക്കോ അത് ഇഖ്ലാസോടു കൂടെ അതിൻ്റെ സമയത്തിൽ കൃത്യമായി ചെയ്യാൻ സാധിക്കില്ല. പലരും ഓതും, പലരും ചൊല്ലും, 7 അല്ല 70 ചൊല്ലാൻ തയ്യാറാണ്. പക്ഷേ എഫക്റ്റീവായി മനസ്സറിഞ്ഞിട്ട് നല്ല ഇഖ്ലാസോടെ അള്ളാഹുവിൻ്റെ ചിന്തയോടെ ഒരാൾക്ക് 7 വട്ടം ഇത് ചൊല്ലാൻ കഴിയില്ല. ആ വർഷം മരണമുള്ള ആളുകൾക്ക്, അല്ലാത്തവർക്ക് ഇതിൻ്റെ ഭാഗ്യമുണ്ടാകൂ എന്ന് ഉലമാക്കൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിവിൻ്റെ പരമാവധി ആവശ്യമുള്ളവർക്ക് ഓതാൻ പറ്റുന്ന എഫക്റ്റീവായ ദുആയാണ്, അതുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവർ, 7 വട്ടം നമ്മൾ ചെയ്യേണ്ട അത്ഭുതകരമായ ആ ദുആ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ ദുആ ഇപ്രകാരമാണ്: സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാൻ വമുൻതഹൽ ഇൽമി വമബ്ലഗർ റിളാ വസിനത്തൽ അർശ് ലാ മൽജാ വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുബ്ഹാനല്ലാഹി അദദ ശഫഇ വൽ വത്ർ വഅദദ കലിമാത്തില്ലാഹി താമ്മാതി കുല്ലിഹാ أسألك السلامة كلها برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير وصلى الله تعالى على نبينا خير خلقه سيدنا محمد وعلى آله وصحبه وسلم أجمعين. എന്താ ഈ ദുആയിൽ പറയുന്നത്? അല്ലാഹുവിന്റെ വലിയ മഹത്വം, അല്ലാഹുവിന്റെ വലിയ സ്ഥാനം, അല്ലാഹുവിന്റെ ബഹുമാനം പറയാ. സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാനി വമുൻതഹൽ ഇൽമി വമബ്ലഗ റിളാ വസിനത്തൽ അർശ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധിയുടെ, അല്ലാഹുവിന്റെ ആ വലിയ മഹത്വത്തിന്റെ വലിപ്പം പറയാം. അത് മീസാൻ നിറച്ചാണ്. അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഇൽമിന്റെ അങ്ങേയറ്റം, അല്ലാഹുവിന്റെ റിളാഇന്റെ അങ്ങേയറ്റം, അർശിന്റെ ആ വലിപ്പം, അതിന്റെ ഘനം, അതിന്റെ ആ ഒരു വ്യാപ്തി അനുസരിച്ച് അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ചെന്ന് ചേരാൻ, വന്നണയാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ, നമുക്ക് നമ്മുടെ വിഷയങ്ങളുമായി ചെന്ന് ചേരാൻ കഴിയുന്നത് അല്ലാഹുവിലേക്കല്ലാതെ വേറെ ഒരു ഇടത്തേക്കുമില്ല. നമുക്ക് എവിടെയും അഭയം അല്ലാഹുവാണ്. എന്നിട്ട് പറയുന്നു സുബ്ഹാനല്ലാഹി അദദ ശഫഇ വൽ വത്ർ. അല്ലാഹുവിന്റെ പരിശുദ്ധി ഒന്നുകൂടെ വാഴ്ത്തുകയാണ്. അത് ഒറ്റയും ഇരട്ടയുമായ സകലമായ എണ്ണത്തിന്റെ കണക്കനുസരിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമാത്തുകളുടെ മുഴുവത്തിന്റെയും അദദ് കണക്കനുസരിച്ചും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ഇതൊക്കെ അല്ലാഹുവിന്റെ മഹത്വം പറഞ്ഞിട്ട് ഇനിയാണ് മെയിൻ പോയിന്റ്. അസ്അലുക സലാമത കുല്ലഹ. എന്തിനെത്തിനും പറഞ്ഞെന്നറിയോ? അല്ലാഹുവേ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ, നിന്റെ റഹ്മാനായ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് കൊണ്ട്, അതിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്.
എല്ലാ സലാമത്തും നിന്നോട് ഞാൻ ചോദിക്കുന്നു. അസ്സലാമത്ത കുല്ലഹ, മുഴുവൻ രക്ഷയും കാവലും നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഉന്നതനായ ഏറ്റവും മഹാനായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കൊണ്ടല്ലാതെ എനിക്കൊന്നും കഴിയൂല. ഒരു നന്മ ചെയ്യാൻ പറ്റൂല, തിന്മയെന്ന് മാറിക്കാൻ പറ്റൂല. ഹുവ ഹസ്ബി, അവൻ മതി എനിക്ക്. വനിഅമൽ വകീൽ, ഏൽപ്പിക്കാൻ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് പടച്ചവനാണ്. വേറെ ആരെ ഏൽപ്പിക്കുക? നിഅമൽ മൗലാ വനിഅമൻ നസീർ, നമ്മുടെ മൗല, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സഹായം ചെയ്തു തരുന്നവൻ, നമുക്ക് ഗുണങ്ങൾ ചെയ്തു തരുന്നവൻ, നമ്മളെ സഹായിക്കുന്നവരിൽ ഏറ്റവും ഉന്നതനായ സഹായി ആ അല്ലാഹു ഞങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് സ്വലാത്ത് അവിടത്തിനും കുടുംബത്തിനും സ്വഹാബത്തിനും മാലിനും എല്ലാവർക്കും വേണ്ടി സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഈ ദുആ ഒരു 7 വട്ടം ആത്മാർത്ഥമായി ഖൽബറിഞ്ഞ് മനസ്സറിഞ്ഞ് അസ്അലുക സലാമത്ത കുല്ലഹ എന്ന് പറയുമ്പോൾ എല്ലാ സലാമത്തും വേണമെന്ന് ആത്മാർത്ഥമായി പറയുന്നവർക്ക് ഈ ഒരു വർഷം ലം യമുത്ത് എന്ന മഹാന്മാർ ഇബാറത്ത് പറഞ്ഞത്, ഈ ഒരു വർഷം മരണമില്ല. മരണമുള്ളവർക്കോ ഇത് ആത്മാർത്ഥമായി ഇഖ്ലാസോടെ ഓതാൻ പറ്റും എല്ലാവർക്കും 7 വട്ടം. പക്ഷേ മനസ്സറിഞ്ഞ് ഹൃദയ സാന്നിധ്യത്തോടെ ഇഖ്ലാസോടെ 7 വട്ടം ഓതാൻ കഴിയില്ല. അപ്പോ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ 70 വട്ടം ഓതുക. എന്നിട്ട് ഈ ദുആ 7 വട്ടം ഓതുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു പരിപൂർണമായ ഖബൂലിയത്ത് നൽകട്ടെ. തസ്ബീഹുൽ അക്ബർ ഏറ്റവും വലിയ തസ്ബീഹാണ് ഈ പരിശുദ്ധമായ ഈ ദിക്ർ, ഈ ദുആ. അപ്പോൾ ഇത് മനസ്സറിഞ്ഞ് പറയുന്ന ഒരു ശൈലി അൽഹംദുലില്ലാഹ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വലിയ സൗഭാഗ്യമാണ്, വലിയ മഹത്വമാണ്. അതോടൊപ്പം പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ വഹദാനിയത്തിൻ്റെ വലിയ മഹത്വമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു ലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് 1000 വട്ടം പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. മിനിമം 100 വട്ടെങ്കിലും പറയണം. അൽഹംദുലില്ലാഹ്. പിന്നെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ മുഹറം 10 അന്ന് രാവോ പകലോ 100 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ആ പരിശുദ്ധമായ സൂറത്ത് പാരായണം ചെയ്യുക. വലിയ കൂലിയാണെന്ന. അത് 1 വട്ടം ഓതിയാൽ പരിസരത്ത് കൂടെ പോകുന്ന മലക്കുകൾ അത് ഓതുന്ന സ്ഥലത്ത് വന്ന് സുജൂദ് ചെയ്യും എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര കൂലിയാണ്. 50 വട്ടം ചൊല്ലുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 50 കൊല്ലത്തെ പാപം പുറത്തു കൊടുക്കും. 10 വട്ടം പതിവാക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗത്തിൽ മനോഹരമായ കൊട്ടാരം കൊടുക്കും. അത്ര വലിയ കൂലിയുള്ള അമലാണ്. അപ്പോൾ ഒരു 100 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് കഴിവിൻ്റെ പരമാവധി ഓതുക. ഇപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഓതാൻ പറ്റാത്ത സഹോദരിമാർക്ക് ഏതായിരുന്നാലും ആ പരിശുദ്ധമായ സൂറത്ത് ഓതാൻ പറ്റില്ല, അത് മാറ്റിവെക്കുക. ബാക്കിയുള്ള ദിക്ർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ദിക്ർ ചൊല്ലാം 40 വട്ടം അല്ലെങ്കിൽ 100 വട്ടം ചൊല്ലാം. അതേപോലെ തന്നെ പരിശുദ്ധമായ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ആ ദിക്ർ 70 വട്ടം പറയാം. 7 വട്ടം ചെയ്യേണ്ട ദുആ ചെയ്യുക റാഹത്തായിട്ട്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പറ്റുന്നവരെല്ലാം ഈ സൂറത്ത് കൂടെ 100 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് കൂടെ ഓതുന്ന ഒരു ശൈലി നമ്മൾ പതിവാക്കിയെടുക്കുക. അതോടൊപ്പം എന്ത് ചെയ്യുക? മഹാന്മാരെ നമ്മുടെ ഉസ്താദുമാരൊക്കെ സാധാരണ പറയാറുണ്ട്, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അൻതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത് കഴിയുമെങ്കിൽ ഒരു 1000 വട്ടം രാവും പകലുമായി കുറേശ്ശെ ചെല്ലിയാൽ മതി. ഓതിയാൽ വളരെ നല്ലതാണ്, ഫലം കിട്ടും. ഒരുപാട് ഗുണങ്ങൾ ഇത് ഓതിയാൽ കിട്ടുന്ന ആയത്താണ്. അത് കഴിയുമെങ്കിൽ ഓതാം എന്നൊക്കെ ഉലമാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവർ ഇന്നത്തെ രാവും നാളത്തെ പകലും അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ മുഹറം 10 രാവും പകലും ആശുറാഇൻ്റെ ദിവസം അള്ളാഹു വിജയം കൊടുത്ത് സ്വർഗത്തിലേക്കാകുന്ന മുത്തഖികളിൽ ഈ ഒരു വർഷം മുഴുവൻ അള്ളാഹു ബറക്കത്ത് ചെയ്യുന്നവരിൽ മരണം പോലും മാറ്റിവെച്ച് ആഫിയത്തും ആരോഗ്യവും ഫിദ്ദുനിയാവുൽ ആഖിറ നൽകുന്നവരിൽ നമ്മയൊക്കെ അള്ളാഹു ചേർത്തി തരട്ടെ. ഒരു കാര്യം പോലും നമ്മൾ മിസ്സാക്കി കളയാതെ വളരെ സിമ്പിളാണ്, എളുപ്പം ചെയ്യാൻ പറ്റും. നോട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ദുആകളൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കണം. നമ്മൾ കൃത്യമായി പാരായണം ചെയ്യണം. നോമ്പിൻ്റെ നീയത്ത് മറക്കരുത്. ഓർമ്മ വേണം, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിനീതന് ദ്വാരക്കണം, പ്രവർത്തകർക്ക് ദ്വാരക്കണം. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും സജീവമാണ്. പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി മുതൽ ഇത്തരം നുറുങ്ങ് വിജ്ഞാനങ്ങൾ നമ്മുടെ ജീവിതത്തെ ലൈഫിൽ ദൈനംദിനം ആവശ്യമായ വിജ്ഞാനങ്ങൾ നമുക്ക് കൃത്യമായി ലഭിക്കണമെങ്കിൽ നമ്മുടെ കഫാഖ് ഇസ്ലാമിക് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൻ നമ്മൾ എനേബിൾ ചെയ്യണം. അതോടൊപ്പം ഓൾ എന്ന് വരുന്ന ഒരു ബട്ടൺ കൂടെ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അൽഹംദുലില്ലാഹ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ വീഡിയോസ്, നമ്മുടെ ക്ലാസ് നമ്മുടെ ഫോണിലേക്ക് നമ്മളറിയാതെ വന്നെത്തും.
പരമാവധി ഉപയോഗപ്പെടുത്തണം. ലൈക്ക് ചെയ്യണം, ചുമ്മാ കണ്ടുപോകാതെ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കണം. അറിയാവുന്നവർ അറിയില്ലാത്ത ഉമ്മമാരോട് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ്. കമൻറ്റ് ചെയ്യാൻ അറിയുന്നവർ അൽഹംദുലില്ലാ എന്നൊരു വാക്ക്, അല്ലെങ്കിൽ ദ്വാരക്കണം എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ഉസ്താദെ സന്തോഷാണെന്ന് പറയുന്ന വാക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഉപ്പമാർ എത്ര വരിയാണ് എസ്സേ വായിക്കുന്നത് പോലെ തോന്നും കമൻറ്റ് വായിച്ചാൽ. അത്രയേറെ വിശാലമായിട്ട് വലിയ സന്തോഷമാണ്. അത് ഒരുപാട് പേരിലേക്ക് എന്തിനാ ഇതെന്നറിയോ? ഈ കമൻറ്റും ലൈക്കും എല്ലാം എന്തിനാ? നമ്മൾ വിചാരിക്കേണ്ട അത് ഉസ്താദിൻ്റെ പോക്കറ്റിന് വണ്ണം കൂടാനാണ്. അല്ല, ഇത് ഒരുപാട് പേർക്ക് ഈ ക്ലാസ് സ്പ്രെഡാകാൻ ഒരു കാരണമാകും, ഒരുപാട് പേരിലേക്ക് എത്തും. അതിൻ്റെ സിസ്റ്റമാണ്. ഏതായിരുന്നാലും പരമാവധി ഉപയോഗപ്പെടുത്തണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ, സലാമത്തിലാക്കട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله